Good afternoon. Once again, welcome back to ICT class. Last class, we already discussed about the educational software GeoGebra. Okay, today we are going to discuss the educational software, the important educational software Stellarium. ഓക്കെ നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആയ സ്റ്റെലേറിയം എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി എല്ലാവരും പേജ് നമ്പർ 67 67. Okay, all of you take your page number 67. Okay, in that page a section through the stellar sights ആകാശ കാഴ്ചകളിലൂടെ. Okay, listen. You have understood the use of education software in geography and geometry. Okay, let's get familiarized with some simulation software which are useful in the learning of science. Okay, ഭൂമിശാസ്ത്രത്തിലും ജാമിതിയിലും വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കിയല്ലോ. ശാസ്ത്ര പഠനത്തിന് ഉപകരിക്കുന്ന ചില സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടാം. ഓക്കെ, in the study of astronomy, sky gazing is very important. Okay, we have limitations in observing stars and planets in the sky always. Stellarium is a simulation software which generates virtual reality of the sky. Okay, by adjusting the location and time in the software, you can observe the sky from any location at any time. You can reproduce interesting and wonderful stellar aspects in a clear and simple manner through Stellarium software. Okay. ജ്യോതിശാസ്ത്ര പഠനത്തിൽ ആകാശ നിരീക്ഷണം വളരെ പ്രധാനമാണ്, അല്ലേ? ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എപ്പോഴും നിരീക്ഷിക്കുന്നതിന് നമുക്ക് ധാരാളം പരിമിതികൾ ഉണ്ട്. ആകാശത്തിൻ്റെ പ്രതീതി യാഥാർത്ഥ്യം, അതായത് വിർച്വൽ റിയാലിറ്റി എല്ലാവർക്കും മനസ്സിലാവുന്ന കൺസെപ്റ്റ് ആണല്ലോ, അല്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആകാശത്തിൻ്റെ പ്രതീതി യാഥാർത്ഥ്യം, അതായത് പ്രതീതി ഉളവാക്കുന്നത് പറയാം നമുക്ക് വിർച്വൽ റിയാലിറ്റി. അങ്ങനെ വിർച്വൽ റിയാലിറ്റി ജനിപ്പിക്കുന്ന ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ഈ സോഫ്റ്റ്വെയറിൽ സ്ഥലവും സമയവും ക്രമീകരിച്ച് ഭൂമിയിലെ ഏതു പ്രദേശത്തു നിന്നുമുള്ള ഏതു സമയത്തെയും ആകാശത്തെ നിരീക്ഷിക്കാവുന്നതാണ്. രസകരവും അതിശയകരവുമായ ആകാശ പ്രതിഭാസങ്ങൾ വ്യക്തമായും ലളിതമായും നമുക്ക് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലൂടെ പുനരാവിഷ്കരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആമുഖം. ഓക്കെ, ദെൻ ഹൗ ക്യാൻ വി ഓപ്പൺ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ? എങ്ങനെയാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത്? നിങ്ങളൊക്കെ കഴിഞ്ഞ സ്റ്റാൻഡേർഡ്സിൽ, അതായത് സെവൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? സെവൻത്തിലും ഫിഫ്ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, UP ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും ഭൂരിഭാഗം പേരും പരിചയപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത് അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. പഴയ വേർഷനിൽ ആപ്ലിക്കേഷൻ സയൻസ് എന്നുള്ള ഒരു വേ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഉബുണ്ടുവിൻ്റെ പുതിയ വേർഷനാണ് 18.04 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷനാണ്. ഓക്കെ, സയൻസ് എന്നുള്ള സെക്ഷൻ ഇല്ല. ഓക്കെ, ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെല്ലേറിയം. ഓക്കെ, ആദ്യം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഓക്കെ, സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, when you bring the mouse pointer to the left side of the main window, okay, you get the toolbar, and when you bring it to the bottom, the status bar will appear.
ഓക്കെ, എന്താണ്? പ്രധാന ജാലകത്തിൻ്റെ ഇടതുവശത്ത് മൗസ് പോയിന്റർ എത്തിച്ചാൽ ടൂൾ ബാറും ചുവടെ മൗസ് പോയിന്റർ എത്തിച്ചാൽ സ്റ്റാറ്റസ് ബാറും പ്രത്യക്ഷപ്പെടും. അതായത് മൗസ് പോയിന്റർ ഇടതുവശത്ത് എത്തിച്ചാൽ എന്താണ്? ടൂൾ ബാറും താഴെ എത്തിച്ചാൽ എന്താണ്? സ്റ്റാറ്റസ് ബാറും പ്രത്യക്ഷമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ചെയ്യേണ്ടത് ബൈ എ ക്ലിക്ക് on the triangles that are seen at the place where the status bar and toolbar joins. You can fix them on the respective places. സ്റ്റാറ്റസ് ടൂൾ ബാറുകൾ തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പുള്ളൊരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ അത് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ നിന്ന് പോവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതിൽ ലൊക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ലെറ്റ്സ് അഡ്ജസ്റ്റ് ദ ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ കാണുന്നൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട്. ലൊക്കേഷൻ. അപ്പോൾ അവിടെ നമുക്ക് തളിപ്പറമ്പാണെങ്കിൽ ഇവിടെ തളിപ്പറമ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തളിപ്പറമ്പ് അതിൻ്റെ തരും. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തളിപ്പറമ്പ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ലൊക്കേഷൻ വിൻഡോ, അതിൻ്റെ ഷോർട്ട് കട്ട് കീ, ദ ഷോർട്ട് കട്ട് കീ ഓഫ് ലൊക്കേഷൻ വിൻഡോ ഈസ് F6. ഓക്കെ, പിന്നെയുള്ളൊരു ഓപ്ഷൻ, ദർ ഇസ് അനദർ ടൂൾ ഫോർ സെറ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും സമയവും സെറ്റ് ചെയ്യാനുള്ളൊരു ടൂളാണ് ഈ സെക്കൻഡ് ടൂള്. ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ടൂളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റും ടൈമും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ടൈമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഡേറ്റും ടൈമും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ടൈം നമുക്ക് ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ലൊക്കേഷൻ, ഡേറ്റ്, ടൈം എന്നൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെറ്റ്സ് ഒബ്സർവ് കോൺസ്റ്റലേഷൻ അല്ലേ? നക്ഷത്ര സമൂഹത്തെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റെല്ലറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ബാർ, അതായത് താഴെ കാണുന്ന ഈ സ്റ്റാറ്റസ് ബാറിൽ ക്ലിക്ക് ചെയ്താൽ കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ലേബൽസ്, കോൺസ്റ്റലേഷൻ ആർട്ട്, അതായത് നക്ഷത്ര ഗണങ്ങളെയും കൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് ഇവിടുന്ന് നിരീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ കോൺസ്റ്റലേഷൻ ലൈനിൽ ആദ്യം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റലേഷൻ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കോൺസ്റ്റലേഷൻ ലേബൽസ്, നക്ഷത്രഗണങ്ങളുടെ പേരുകൾ, ലേബൽസ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിന് ഓരോന്നിനും പേര് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? വേല, പിക്ചർ, ഓക്കെ, കൊളംബിയ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റലേഷൻ ലേബൽസ് പേര് വന്നിട്ടുണ്ട്. ഈ കോൺസ്റ്റലേഷൻ ആർട്ട് കൂടി ക്ലിക്ക് ചെയ്താൽ ആ നക്ഷത്രഗണങ്ങളുടെ ഒരു സാങ്കല്പിക രൂപം ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ കുറേ കോൺസ്റ്റലേഷൻ ആർട്സ് അല്ലേ? ഇതിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട്. ദർസ് എ ടൂൾ, ഗ്രൗണ്ട് ടൂൾ. എന്താണ് ഗ്രൗണ്ട് ടൂൾ? ടു വാച്ച് ദ സ്കൈ വിച്ച് ഇസ് ബൗണ്ട്ലെസ്, ക്ലിക്ക് ഓൺ ഗ്രൗണ്ട് ടൂൾ ഇൻ ദ സ്റ്റാറ്റസ് ബാർ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദൃശ്യപരിധിയില്ലാത്ത ആകാശ കാഴ്ചയെ ദൃശ്യമാക്കാൻ സ്റ്റാറ്റസ് ബാറിലെ ഗ്രൗണ്ട് ടൂൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ തളിപ്പറമ്പ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലേസിൻ്റെ പിക്ചർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഗ്രൗണ്ട് ടൂൾ ക്ലിക്ക് ചെയ്താൽ എന്തായി? അത് പോയിട്ടുണ്ട് അല്ലേ? ഫുൾ സ്കൈയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അറ്റ്മോസ്ഫിയർ ടൂൾ. എന്താണ് അറ്റ്മോസ്ഫിയർ ടൂൾ? ആക്ടിവേറ്റ് അറ്റ്മോസ്ഫിയർ ടൂൾ ഇൻ ദ സ്റ്റാറ്റസ് ബാർ ടു വ്യൂ ദ സ്പേസ് ക്ലിയർലി ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയത്തുള്ള ആകാശ ദൃശ്യം കൂടുതൽ വ്യക്തമായി
നിരീക്ഷിക്കാൻ സ്റ്റാറ്റസ് ബാറിലെ അറ്റ്മോസ്ഫിയർ എന്ന ടൂൾ പ്രവർത്തന സജ്ജമാക്കുക എന്നാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ ഉണ്ട് ഇവിടെ. ഓക്കെ, ഓരോ ടൂളിൻ്റെ ഓപ്ഷനിലും മൗസ് പോയിൻ്റർ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് പേരിങ്ങനെ കാണിക്കും. അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലേ, ഗ്രൗണ്ട് ടൂൾ എന്നുണ്ട്. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയർ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഡേ ടൈമിലെ സ്കൈ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് കുറേ നക്ഷത്രഗണങ്ങളും നക്ഷത്ര കൂട്ടങ്ങളും അല്ലേ, കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ആർട്ട്, കോൺസ്റ്റലേഷൻ ലേബൽസ് ഒക്കെ നമുക്ക് ഇവിടെ വ്യൂ ചെയ്തു. ഇതിൽ നിന്നും എന്താണ് സെർച്ച് ചെയ്യുന്നത് എങ്ങനെ, അതായത് ഇതിൽ നിന്നും ലിയോ എന്ന് പറഞ്ഞ ആ ഒരു നക്ഷത്ര സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റലേഷൻ ആർട്ടിനെ, നക്ഷത്രത്തെ എങ്ങനെയാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ സെർച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിയോ എന്ന് പറഞ്ഞ ആ ഒരു നെയിം അവിടെ ക്ലിക്ക് ചെയ്യാം കോൺസ്റ്റലേഷൻ ലേബൽസിൽ. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പേജ് അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സിംഹത്തിൻ്റെ ഷേപ്പിൽ ഇവിടെ നിങ്ങൾക്ക് ലിയോ എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിയോ. ഓക്കെ, ഒരു ലയണിൻ്റെ പിക്ചറുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ലിയോ എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്ര കൂട്ടത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഇവിടെ ടെക്സ്റ്റിൽ നോക്കുക. You know that sun is the closest star to the earth. You have learned that the earth revolves around the sun while it rotates by itself. Okay, because of the revolution of the earth, a person who observes the sun from the earth may feel that the sun is moving in a particular path. This path is called ecliptic line. Shall we observe the ecliptic line through the stellarium software? എന്താണ്, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്നതായി നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഭൂമിയുടെ പരിക്രമണ ചലനം മൂലം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്നൊരു പാത, അതാണ് ക്രാന്തി വൃത്തം, എക്ലിപ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്ലിപ്റ്റ് ലൈൻ സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റെലേറിയം ടൂൾ ബാറിൽ ദർ ഇസ് എ ടൂൾ ബാർ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻ. ദർ ഇസ് എൻ ഓപ്ഷൻ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്കിങ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാർക്കിങ്സ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്ലിപ്റ്റ് ബ്രാക്കറ്റിൽ ഓഫ് ഡേറ്റ് ഓൺ ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ലൈൻ ഇങ്ങനെ വന്നിട്ട് കാണാം അല്ലേ, എക്ലിപ്റ്റ് ഓഫ് ഡേറ്റ് വന്നിട്ടൊരു ഓറഞ്ച് കളറിലൊരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് എക്ലിപ്റ്റ് ഓഫ് ലൈൻ. കുറച്ച് സൂം ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സൂര്യൻ്റെ
സൂര്യൻ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്നൊരു പാത. ഒരു റൗണ്ട് ഷേപ്പിൽ കാണാം. ഇത് സൂര്യനെ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെ അടുത്ത് തന്നെ നമുക്ക് മെർക്കുറി, അതേപോലെ വീനസ്, അതുകൊണ്ട് കുറേ ഗ്രഹങ്ങളെയും കാണാൻ പറ്റും. ഇതിലൂടെയാണ്, ഈ റൗണ്ടിലൂടെയാണ് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ക്രാന്തി വൃത്തം എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, എക്ലിപ്സ് ലൈൻ. അപ്പോൾ അതിനുള്ളിലുള്ള എന്താണ് നക്ഷത്ര കൂട്ടങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിത് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ. അപ്പോൾ നെയിംസ് ഓഫ് സ്റ്റെല്ലാർ ഒബ്ജക്ട്സ് ഇൻ മലയാളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് മലയാളത്തിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ടൂൾ ബാറിൽ കൺഫിഗറേഷൻ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ഓക്കെ, കൺഫിഗറേഷൻ വിൻഡോ, അതായത് F2. ആ F2ൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തു. അതിൻ്റെ മെയിനിൽ തന്നെ എന്താണ് സ്കൈ കൾച്ചർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷ് ആക്കിയിട്ട്, ഇംഗ്ലീഷായി ഇപ്പോൾ ഓൾറെഡി ഉള്ളത്, അത് മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മലയാളം സെലക്ട് ചെയ്യുക. ഓക്കെ, മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ മാറ്റം കാണാൻ പറ്റും. നേരത്തെ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടതൊക്കെ ചേഞ്ച്ഡ് ഇൻ ടു മലയാളം. ഇത് കണ്ട് ഇവിടെ കാണാൻ പറ്റും. ജലസർപ്പകം, ചിത്രലേഖ, സ്രാവ് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകൾ അല്ലേ. ഓരോ പേര്, ധനു, സാമാന്തരികം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും സൂം, പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൗസിൻ്റെ സ്ക്രോൾ ബാർ യൂസ് ചെയ്തിട്ട് നമുക്കിനെ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, സൂം ഔട്ടും സൂം ഇന്നും നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കെടുക്കാൻ സാധിക്കും. എന്താണ്, കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ഓപ്ഷൻ അല്ലേ, പ്രിൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ PRTSCR എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. Alt+F4 എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്യും. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ യുവർ ഹോം ഫോൾഡർ. ഹോം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിലെന്താണ്, നമ്മളിപ്പോൾ പ്രിൻ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടിയ സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് എക്സാമിന് അധികവും ചോദിക്കല്. മിക്കവാറും സ്റ്റെലേറിയം സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ദാറ്റ് വിൻഡോ. ഈ സെക്ഷനിൽ ലാസ്റ്റ് there is an activity. There is 2 questions. Okay, on which tool should you click to display the imaginary form of Orion constellation in the Stellarium software? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ഓറിയോൺ നക്ഷത്രഗണത്തിൻ്റെ സാങ്കല്പിക രൂപം, ഓക്കെ, കോൺസ്റ്റലേഷൻ ആർട്ട്, സാങ്കല്പിക രൂപം പ്രദർശിപ്പിക്കാൻ ഏത് ടൂളിൽ ക്ലിക്ക് ചെയ്യണം? ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഓപ്ഷൻസ് കാണാൻ നിങ്ങൾക്ക് കോൺസ്റ്റലേഷൻ ലേബൽസ്, കോൺസ്റ്റലേഷൻ ആർട്ട്, കോൺസ്റ്റലേഷൻ ലൈൻസ്, ഓക്കെ, അസിമുതൽ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അസിമുതൽ ഗ്രിഡ് ഓപ്ഷൻ ഡി, ആൻഡ് കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ലേബൽസ്, കോൺസ്റ്റലേഷൻ ആർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺസ്റ്റലേഷൻ ആർട്ട്. ഓക്കെ, നെക്സ്റ്റ്
Which function helps to fix the toolbar and status bar in the window of Stellarium software in the respective position? Stellarium software ജാലകത്തിലെ ടൂൾ ബാറും സ്റ്റാറ്റസ് ബാറും യഥാസ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം ഏത്? അറിയാലോ, ഓൾറെഡി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ടൂൾ ബാറുകൾ തമ്മിൽ ചേരുന്ന സ്ഥലത്ത് കാണുന്ന ത്രികോണങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ഓക്കെ ദ നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഈസ് റാസ്മോൾ. റാസ്മോൾ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ അടുത്ത പഠിക്കാനുള്ള എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, പിന്നെയുള്ളത് നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ സെപ്പറേറ്റ് നോട്ടൊന്നും തരുന്നില്ല, നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. 1 word ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടെക്സ്റ്റ് നന്നായി വായിക്കുക. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. ഓക്കെ ഓക്കെ, let's wind up today's session. Okay, see you on next class. Okay, goodbye.